അസ്സലാമു അലൈക്കും. വ്രതവിശുദ്ധിയുടെ നാളുകളിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഇസ്ലാം മതവിശ്വാസികളുടെ ജീവിതചര്യയിലും ചിന്തയിലും പരിവർത്തനം സൃഷ്ടിക്കുന്ന 30 ദിവസങ്ങൾ. തെറ്റ് ചെയ്യാനുള്ള ശാരീരിക ഇച്ഛകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി നന്മയുടെ ദിശയിലേക്കുള്ള സഞ്ചാരമാണ് റമദാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നത്. എല്ലാവർക്കും ദുബായ് ഗോൾഡ് റംസാൻ നിലാവിലേക്ക് സ്വാഗതം. പകൽ വ്രതശുദ്ധിയുടെയും രാത്രി പ്രാർത്ഥനാ മന്ത്രങ്ങളുടെയും അനുഗ്രഹീത നിമിഷങ്ങളാൽ ധന്യമായ പരിശുദ്ധ റമദാൻ ആബാലവൃദ്ധം ജനങ്ങളുടെയും ആത്മീയ ഉത്സവകാലമാണ്. ആത്മീയവും മാനസികവും ശാരീരികവുമായ വിശുദ്ധി വ്രതാനുഷ്ഠാനത്തിലൂടെ വിശ്വാസികൾക്ക് ലഭിക്കുന്നതോടൊപ്പം ധാർമ്മികവും സാംസ്കാരികവുമായ നവജാഗരണം സമൂഹത്തിൽ സൃഷ്ടിക്കാനും നോമ്പുകാലം സഹായകമാകാറുണ്ട്. നന്മയും ധർമ്മവും കർമ്മവും കരുണയും സമൂഹത്തിൽ വ്യാപിപ്പിക്കാൻ റമദാൻ പോലെ സഹായകമായ മറ്റൊരു മാസമില്ല. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. പ്രമുഖ മുസ്ലിം പണ്ഡിതൻ സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ മുസ്ലിങ്ങൾ പാലിക്കേണ്ട കടമകളെക്കുറിച്ച് വിശദീകരിക്കുന്നു. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ പകൽ മുഴുവനും നോമ്പ് പിടിക്കുകയും രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുകയും ചെയ്യുന്ന വിശ്വാസി മൂന്നാമതായിട്ട് ചെയ്യുന്നത് എന്താണ്? ഖുർആൻ ഓതലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും റമളാൻ ആവുമ്പോഴേക്കും ഖുർആനായിരുന്നു ഏറ്റവും കൂടുതൽ ഓതിയിരുന്നത്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഖുർആൻ എന്ന് പറയുന്നത് ഒരു മന്ത്രമല്ല. ഖുർആൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ആശയങ്ങൾ വിശ്വാസികളോട് പടച്ചതമ്പുരാൻ ആ ഗ്രന്ഥത്തിൽ കൂടി പകർത്തുകയാണ്. അപ്പോൾ ഖുർആൻ ഓതുന്ന വിശ്വാസിയിൽ തീർച്ചയായിട്ടും എന്താണ്? സംസ്കരണമാണ് സംഭവിക്കുക. ഏത് രീതിയിലുള്ള സംസ്കരണം? ഖുർആൻ ഓതുമ്പോഴേക്കും അവൻ്റെ സ്വഭാവം ശുദ്ധീകരിക്കപ്പെടണം. അവൻ ജീവിക്കുന്ന സമൂഹത്തിനോട് അവൻ്റെ കടപ്പാടുകൾ, അവൻ്റെ സ്നേഹം, അവൻ്റെ ബഹുമാനം, അവൻ്റെ പെരുമാറ്റം ഇവയൊക്കെ അധികരിക്കണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിർബന്ധമായ ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ധർമ്മം എന്ന് പറയുന്നത് ഒരുപക്ഷെ അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളവനാണ് മുസ്ലിം. നമസ്കാരം കഴിഞ്ഞാൽ ഒരു പണക്കാരൻ, ഒരു ധനാഢ്യൻ വർഷത്തിലൊരിക്കൽ കുറച്ച് കാശ് പാവപ്പെട്ടവർക്ക് കൊടുക്കുവാൻ പടച്ചതമ്പുരാൻ അവനോട് ആജ്ഞാപിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ ജീവിതകാലം മുഴുവനും ഖുർആൻ ഓതുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് ഇതാണ്. എന്നാൽ റമദാൻ ആവുമ്പോഴേക്കും അവർ കൂടുതൽ ഖുർആൻ ഓതുമ്പോൾ അവരിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അധികരിച്ചു വരികയും അത് നമ്മൾ കാണാനിടയാവുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദനാ മുഹമ്മദിൻ ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ മണലാരണ്യത്തിലെ ഇസ്ലാമിക ചാരുതയാർന്ന ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് ഒരു തിരനോട്ടം. ശില്പചാതുര്യ ഭംഗി കൊണ്ട് ബഹ്റൈനിലെത്തുന്ന ഏവരെയും ആകർഷിക്കുന്ന ഒന്നാണ് ജുഫൈറിലെ ഗ്രാൻഡ് മോസ്ക്. വിശാലമായ പ്രതലത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഗ്രാൻഡ് മോസ്ക് 4 ഭാഗത്തു നിന്നും കാഴ്ചക്കാർക്ക് കണ്ണിന് കുളിർ പകരുന്നു. 6500 സ്ക്വയർ മീറ്ററിൽ മനോഹരമായി പണിതുയർത്തിയ പള്ളിയിൽ ഒരേ സമയം
7000-ത്തിലധികം പേർക്ക് ആരാധന നടത്താൻ സൗകര്യമുണ്ട്. ബഹ്റൈനിലെ ഗ്രാൻഡ് മോസ്ക് ലോകത്തിലെ തന്നെ വലിയ പള്ളികളിൽ ഒന്നാണ്. 1984 തുടക്കം കുറിച്ച ഗ്രാൻഡ് മോസ്കിൻ്റെ നിർമ്മാണം പൂർത്തിയായത് 1988-ലാണ്. ഖുറാൻ പഠന സെൻറ്ററും 7000-ത്തോളം പുസ്തകങ്ങളും അടങ്ങുന്ന ഇസ്ലാമിക ലൈബ്രറിയും ഉൾക്കൊള്ളുന്ന അഹമ്മദ് അൽ ഫാത്തേഹ് സെൻറ്റർ ഗ്രാൻഡ് മോസ്കിൻ്റെ ഭാഗമാണ്. വ്യത്യസ്ത രാജ്യക്കാരായ ധാരാളം അമുസ്ലിങ്ങൾ നിത്യേന ഗ്രാൻഡ് മോസ്ക് സന്ദർശനത്തിനെത്തുന്നു. ഇസ്ലാമിക കലാരൂപങ്ങളിൽ കൊത്തുപണി ചെയ്ത വാതിലുകളും ജനലുകളും നയനാനന്ദകരമായ കാഴ്ചകളാണ്. ഇസ്ലാമിക് കാലിഗ്രഫി പള്ളിയുടെ അകത്തളങ്ങളിലും മിഹ്റാബിലും ആലേഖനം ചെയ്തിരിക്കുന്നു. വാതിലുകൾ പണിതിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന തേക്ക് കൊണ്ടാണ്. ഇസ്ലാമിക നീതിന്യായ മന്ത്രാലയവും അഹമ്മദ് അൽ ഫാത്തേഹ് ഇസ്ലാമിക് സെൻറ്ററും ഗ്രാൻഡ് മോസ്കിൻ്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും പരിപാലനത്തിൽ കാണിക്കുന്ന കൃത്യനിഷ്ഠയും ഉത്തരവാദിത്വവും ഏറെ പ്രശംസനീയമാണ്. റംസാൻ നിലാവിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ റമദാൻ സന്ദേശം നൽകുന്നത് പാണക്കാട് സയ്യിദ് ഹൈദരാലി ശിഹാബ് തങ്ങളാണ്. തങ്ങളുടെ സന്ദേശത്തിലേക്ക്. അസ്സലാമു അലൈക്കും. പരിശുദ്ധമായ റമദാൻ മാസം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധമായ വ്രതം അള്ളാഹു നിർബന്ധമാക്കിയത്. മറ്റ് പല ആരാധനകളും അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളേറെ വിശേഷതയുള്ള പരിശുദ്ധ റമദാൻ മാസത്തിൽ നോമ്പ് അത് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മഹത്വം അള്ളാഹു നമ്മെ പഠിപ്പിക്കുക. അപ്പോൾ ഒരു മനുഷ്യൻ്റെ നോമ്പ് അവൻ നോമ്പുള്ളവൻ ആണോ അല്ലാത്തവനാണോ എന്ന് അള്ളാഹുവിന് മാത്രമേ ശരിക്കും അറിയാൻ സാധിക്കുകയുള്ളൂ. അത് മനുഷ്യനെ എല്ലാവിധത്തിലും പ്രത്യേകിച്ച് മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്തു തന്നെയാണെങ്കിലും അള്ളാഹു നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ അത് അനുഷ്ഠിക്കുക എന്ന നിർബന്ധം എടുത്തുകൊണ്ടാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്. ഒരുപക്ഷെ അവൻ്റെ വീട്ടിൽ അന്നപാനീയങ്ങളെല്ലാം ഉണ്ടായിരിക്കും. എന്നാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അതിലേക്ക് അവൻ എത്തിപ്പോലും നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വെറും പട്ടിണി കിടക്കുക എന്ന ഉദ്ദേശമല്ല നോമ്പ് കൊണ്ടുള്ളത്. നാവും അതേപോലെ തന്നെ എല്ലാ അംഗങ്ങളും നാം അനുഷ്ഠിക്കണം. ഏഷണി പരദൂഷണങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നല്ല സ്വഭാവവും ക്ഷമയും കൈവരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നോമ്പ് നിർബന്ധമാക്കിയത്. 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള ശ്രേഷ്ഠതയുള്ള ദിവസമാണ് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലുള്ളത്. അത്രയും വലിയ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസം ഉള്ള മാസം കൂടി എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തറാവീ നമസ്കാരം, ഖുർആൻ പാരായണം, അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. എത്ര വലിയ കുബേരനാണെങ്കിലും അവന് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ വിശപ്പിൻ്റെ രുചി അവനെ മനസ്സിലാക്കുന്നു. അപ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഇല്ലായ്മ ചെയ്യുകയും ഇല്ലാത്ത ആളുകൾക്ക് എന്തെങ്കിലും സഹായിക്കണമെന്നുള്ള ഒരു മനസ്സ്, ആ വിശപ്പ് അവൻ രുചി അനുഭവിക്കുമ്പോൾ അവൻ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ദാനധർമ്മങ്ങളും കൂടുതലായി വർദ്ധിപ്പിക്കേണ്ട ഒരു മാസം കൂടിയാണ് പരിശുദ്ധമായ റമദാൻ മാസം. ഇങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുവാൻ നാം ഈ മാസത്തെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇനി ദുബായ് ഗോൾഡ് റംസാൻ നിലാവിൽ ഒരു ചെറിയ ഇടവേള. പരസ്പരം അറിഞ്ഞവർക്ക് ബന്ധങ്ങളുടെ മൂല്യം തിരിച്ചറിയാനാകൂ. മനസ്സാണ് പൊന്ന്, സുതാര്യമാണ് ഈ ബന്ധം. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്.
മലപ്പുറം, കൊണ്ടോട്ടി, ചെമ്മാട്, പട്ടാമ്പി. മനാമ, ബഹ്റൈൻ, റൂബി, മസ്കറ്റ്. I can see the world in your hands, see you growing all the way. You are the sun in my eyes. Al Hilal Hospital, excellent care, affordable cost. രുചിയേറും ഭക്ഷണങ്ങളുമായി രാജകീയമായി വരവേൽക്കാൻ സെഞ്ചുറി ഇന്റർനാഷണൽ റെസ്റ്റോറന്റ്, കിങ്ഡം ഓഫ് ബഹ്റൈൻ ആൻഡ് UAE. Trust across generations. UAE Exchange, world's trusted money transferer. Dedicated service in health care, Shifa Al Jazeera Medical Center, Bahrain. Memorable journeys start with a smile on your face. Journeys World Holidays. Offices in India, Bahrain, Kuwait. നോമ്പനുഭവത്തിൻ്റെ വേറിട്ട കാഴ്ചകൾ ഈ പ്രവാസഭൂമിയിലെ സവിശേഷത തന്നെയാണ്. അത്തരമൊരു ഓർത്തെടുക്കലിൻ്റെ ധന്യ നിമിഷത്തിലേക്ക് 1975 ജനുവരി 2-ാം തീയതി മദ്രാസിൽ വെച്ചാണ് ഞാൻ പാസ്പോർട്ട് എടുക്കുന്നത്. അന്ന് കേരളത്തിൽ പാസ്പോർട്ട് ഓഫീസ് ഇല്ലായിരുന്നു. ജന്മസ്ഥലം വില്യാപ്പിള്ളിയാണ്. സ്വദേശം എന്ന് പറഞ്ഞാൽ ബഹ്റൈനാണെന്ന് പറയാം. 39 വർഷമായിട്ട് ബഹ്റിലാണ് ജീവിക്കുന്നത്. 16-ാമത്തെ വയസ്സിലാണ് ഞാൻ ബഹ്റിൽ വരുന്നത്. 3 ദിവസം കേരളത്തിൽ നിന്ന് യാത്ര ചെയ്ത് ബോംബെയിലെത്തുകയും 2 ആഴ്ചയോളം ബോംബെയിൽ നിന്നതിന് ശേഷം ദ്വാരക എന്ന കപ്പലിൽ 16 ദിവസം യാത്ര ചെയ്ത് ബഹ്റിലിറങ്ങുകയും മറ്റ് ഗൾഫുകളിലെല്ലാം ആളിറക്കിയതിന് ശേഷം ആണ് ബഹ്റിൽ ആളിറങ്ങുന്നത്. ബഹ്റിലിറങ്ങുമ്പോൾ ഞങ്ങളൊരു 50 ആളുടെ തായായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു ഇന്ത്യക്കാരൻ ഞാനായി എനിക്ക് തോന്നിയിട്ടുണ്ട്. റമദാൻ നോമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലയളവിൽ ഒരുപാട് ആധുനിക സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടെങ്കിലും അന്ന് അതൊന്നും ഇല്ലായിരുന്നു. അന്ന് വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു. എന്നിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ഇഫ്താറോ അല്ലെ സംഘടനകളോ ഒരു ഇഫ്താർ സംഗമങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഉള്ള ആൾക്കാർ റൂമിൽ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുക, നോമ്പെടുക്കുക. അന്നും ഇന്നും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ ഇന്നത്തെ നോമ്പ് വളരെ ലിബറലാണ്. വിവിധ മതക്കാർ തമ്മിൽ ഒത്തൊരുമിച്ചുകൊണ്ട് ധാരാളം നോമ്പുതറകൾ സംഘടിപ്പിക്കുക, ഇഫ്താർ സംഗമങ്ങൾ. ആ കാലയളവിൽ പള്ളികൾ വളരെ കുറവായിരുന്നു. ജുമായ്ക്ക് മാത്രമേ ആൾക്കാർ പള്ളിയിൽ പോകാറുള്ളൂ. പള്ളിയിൽ ആളും കുറവായിരുന്നു. നോമ്പിൽ ഏറ്റവും പ്രയാസം തോന്നിയത് ഷാർജയിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ തുടങ്ങിയപ്പോൾ ഒരു 500 പേർക്കുള്ള ഇഫ്താർ സുഹൂർ ഞങ്ങൾ കരാറെടുത്തിരുന്നു. ചൂടിൻ്റെ കാഠിന്യം കാരണം കുക്ക് ഒഴിഞ്ഞു മാറിയപ്പോൾ ഞാനും എൻ്റെ സ്നേഹിതൻ കല്ലങ്കോട് മുഹമ്മദ് അലി ഞങ്ങൾ 2 പേരും കൂടെ കയറി നിന്ന് ജോലി ചെയ്യേണ്ടി വന്ന അനുഭവം ഏറ്റവും ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. പിന്നെ നോമ്പിൽ ഏറ്റവും സുഖം തോന്നിയത് മസ്ജിദുൽ ഹറമിൽ വെച്ച് നടത്തുന്ന നോമ്പ് തുറയാണ്. അവിടുന്ന് നോമ്പ് തുറക്കുമുണ്ടാകുന്ന സുഖമാണ് ഏറ്റവും സുഖം തോന്നിയ നോമ്പ് തുറ. റമദാനുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന മെഡിക്കൽ ടിപ്സാണ് അടുത്തത്. മെഡിക്കൽ ടിപ്സിൽ നമ്മോടൊപ്പം ഡോക്ടർ മോനീഷ് ചെറിയാൻ. റമദാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഫാസ്റ്റിങ്ങിൻ്റെ ഒരു മാസത്തെ കാലാവധിയാണ്. റമദാൻ എന്ന അർത്ഥം അറബിക്കിൽ സ്കോർച്ചിങ് ഹീറ്റ് അല്ലെങ്കിൽ വളരെ ഹൈ ലെവൽ ഓഫ് ചൂടെന്നാണ്, ഹീറ്റ് ഉള്ള ഒരു സമയം എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇതിനകത്ത് ഇസ്ലാമിൽ നമ്മൾ ബോഡിയുടെയും മൈൻഡിൻ്റെയും ക്ലെൻസിങ് അല്ലെങ്കിൽ ഒരു ക്ലീനിങ് നടത്തുക എന്നുള്ളതാണ് ഈ ഒരു മാസത്തെ കാലാവധിയിൽ ഇസ്ലാമിൽ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് മൈൻഡ് ആൻഡ് ബോഡി ആൻഡ് സോൾ ക്ലെൻസിങ് ആണ്. ഇതിനകത്ത് മെയിൻലി ഒരു 12 മണിക്കൂർ തൊട്ട് 16 മണിക്കൂർ വരെയുള്ള ഒരു ഫാസ്റ്റിംഗ് പീരീഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് വെള്ളവും ഭക്ഷണവും കഴിക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ്. ബാക്കി മിച്ചമുള്ള സമയത്തിലാണ് നമ്മൾ വെള്ളവും ഭക്ഷണവും കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്.
യൂറോളജിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ മെയിൻലി യൂറിനറി സിംറ്റംസ് അല്ലെങ്കിൽ മൂത്ര ശങ്കകളാണ് ഈ സമയത്തുള്ള പ്രശ്നങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതിനകത്ത് 24 മണിക്കൂറിൽ നമ്മൾ ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കേണ്ടതാണ്. ഷുഹറിൻ്റെ സമയത്ത് ഏർലി മോർണിംഗ്സിൽ നമ്മൾ ഇഷ്ടം പോലെ വെള്ളം കുടിച്ചിട്ട് വേണം ബിഫോർ സൺറൈസ് ഫാസ്റ്റിംഗ് തുടങ്ങാൻ. എന്നാലേ നമുക്ക് പകലെല്ലാം യൂറിൻ ഔട്ട്പുട്ട് അഡിക്വേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. എസ്പെഷ്യലി കിഡ്നി സ്റ്റോൺസും യൂറിനറി ഇൻഫെക്ഷനുള്ള ആൾക്കാർ ഫാസ്റ്റിങ്ങിന് മുമ്പേ യൂറിൻ ചെക്ക് ചെയ്യുകയും കിഡ്നിയുടെ ഫംഗ്ഷൻ ചെക്ക് ചെയ്യുകയും ഒരു അൾട്രാസൗണ്ട്, എസ്പെഷ്യലി കിഡ്നി സ്റ്റോൺ ഉള്ളവർ അൾട്രാസൗണ്ട് ചെയ്ത് ഈ കിഡ്നിയുടെ ഫങ്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇത് ശ്രദ്ധിക്കാനുണ്ട്. ഭക്ഷണം നമ്മൾ എസ്പെഷ്യലി ഇഫ്താറിൻ്റെ സമയത്ത് ലൈറ്റ് ഫുഡായിട്ട് വേണം തുടങ്ങാൻ. യോഗേർട്സ് അല്ലെങ്കിൽ തൈര്, ഈന്തപ്പഴം, ഇത് ഈ പദാർത്ഥങ്ങൾ യൂസ് ചെയ്ത് വേണം നമ്മൾ ഇത് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ. എസ്പെഷ്യലി ഹൈ ഓയിൽ കണ്ടൻ്റ് ഉള്ള ഫുഡും വളരെ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഇറച്ചിയും ഇതൊക്കെ കഴിക്കാതെ വളരെ സിമ്പിളായിട്ടുള്ള ഭക്ഷണത്തോടെ വേണം നമ്മൾ ഈ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ. ദുബായ് ഗോൾഡ് റംസാൻ നിലാവിൽ ഇനി ഒരിടവേള. പരസ്പരം അറിഞ്ഞവർക്ക് ബന്ധങ്ങളുടെ മൂല്യം തിരിച്ചറിയാനാകൂ. മനസ്സാണ് പൊന്ന്, സുതാര്യമാണ് ഈ ബന്ധം. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. മലപ്പുറം, കൊണ്ടോട്ടി, ചെമ്മാട്, പട്ടാമ്പി. മനാമ, ബഹ്റൈൻ, റൂബി, മസ്കറ്റ്. നേരിന്റെ നേർശബ്ദമായി ബഹ്റൈൻ മലയാളികൾക്കൊപ്പം ഓരോ പ്രഭാതത്തിലും മിഡിൽ ഈസ്റ്റ് ചന്ദ്രിക ദിനപത്രം. വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത. ടീൻ വേൾഡ് ജെന്റ്സ്, ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ. ന്യൂ മാഹി, വെള്ളിക്കുളങ്ങര, ആയഞ്ചേരി, കക്കട്ടിൽ, ഓർക്കാട്ടേരി. Nunu Exchange Company is now renamed as NEC, exchanging the currency of trust. NEC, Kingdom of Bahrain. രുചിയേറും ഭക്ഷണങ്ങളുമായി രാജകീയമായി വരവേൽക്കാൻ സെഞ്ചുറി ഇന്റർനാഷണൽ റെസ്റ്റോറന്റ്, കിങ്ഡം ഓഫ് ബഹ്റൈൻ ആൻഡ് UAE. Trust across generations. UAE Exchange, world's trusted money transferer. Al Hilal Hospital, excellent care, affordable cost. Indian school fees can be paid at any NEC branches and they can send money to Indian banks at 750 fils. NEC, Kingdom of Bahrain. ദുബായ് ഗോൾഡ് റംസാൻ നിലാവിൽ ഇനി റമദാൻ സ്പെഷ്യൽ കുക്കറി ഷോയുടെ രുചിക്കൂട്ടിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുബായ് ഗോൾഡ് റംസാൻ നിലാവിൻ്റെ സ്പെഷ്യൽ റമദാൻ കുക്കറി ഷോയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ന് നമ്മളോടൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പേര്? എൻ്റെ പേര് ഫിർദൗസി ഷജീർ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യലാണ് ജീരകക്കഞ്ഞി. റമദാൻ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായി യൂസ് ചെയ്യുന്ന ഒരു വിഭവമാണ് ജീരകക്കഞ്ഞി. ജീരകക്കഞ്ഞിയുടെ ഇൻഗ്രീഡിയൻസ്: പൊടിയരി, തേങ്ങ, ജീരകം, ഉലുവ, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, എരിവ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. പച്ചമുളക് പിന്നെ ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിന്. എരിവ് കൂടിയവർക്ക് കുറച്ച് കൂടുതൽ പച്ചമുളക് ഉപയോഗിക്കാം. അങ്ങനെ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ താളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നറുനെയ്യ്, ചെറിയുള്ളി സ്ലൈസായിട്ട് അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പില. നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. കുക്കിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആദ്യമേ നമുക്ക് പൊടിയരി, ഉലുവ, പിന്നെ മഞ്ഞൾപ്പൊടി, അതെ, വെളുത്തുള്ളി. വെളുത്തുള്ളി എത്ര? വെളുത്തുള്ളി നമുക്ക് ഒരല്ലി. ഓക്കെ. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഉപ്പ് നമുക്ക് പലരുടെയും ടേസ്റ്റ് അനുസരിച്ച്. ഇത്രയാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത്. 1 കപ്പ് അരിക്ക്
3 കപ്പ് വെള്ളം വെച്ച് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം അരി ഇടുക. അരി നമ്മൾ കഴുകി വെച്ച അരിയാണ്, ഓൾറെഡി നമ്മൾ വാഷ് ചെയ്ത് വെച്ചതാണ്. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മുഴുവൻ വേണ്ട ഉലുവ, പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് 1 ടീസ്പൂൺ ഇടാം. അത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് കുറവെന്നുള്ളതൊക്കെ കുറവിടാം. പിന്നെ വെളുത്തുള്ളി നമുക്ക് 1 അല്ലി എടുത്ത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇതിലിടണം. ഒരു അല്ലി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ച് ഒരു 2 വിസിലാണ് അതിൻ്റെ ഒരു പാകം. നമുക്കത് 2 വിസിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ എന്തായാലും വേകാനൊരു 10 മിനിറ്റ് എടുക്കാം. 2 വിസിൽ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് ആ സമയത്തിന് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം. തേങ്ങ കൂട്ടിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരകിയത് ഒരു ചെറിയ ബൗളിൽ ആവശ്യത്തിനുള്ള തേങ്ങ. പിന്നെ ഇതിൻ്റെ മെയിൻ ജീരക കഞ്ഞി എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻ്റ് ആയ ജീരകം. അതെ, നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പേര് വരാൻ തന്നെ കാരണമായ ജീരകമാണിത്. അപ്പോൾ ജീരകം നമുക്ക് 2 ടീസ്പൂൺ ഇതിൽ ചേർക്കാം. അപ്പോൾ നമ്മളിതിൽ തേങ്ങ ചേർത്തു, ജീരകം ഇട്ടു. ഇനി ഒരു 2 അല്ലി ചെറിയ ഉള്ളി, പിന്നെ ഒരു വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഇത്രയും കൂടി നന്നായിട്ട്. ഉപ്പ് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മളിതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. 2 വിസിലിന് ശേഷം നമ്മൾ തുറക്കാൻ പോവാണ്. അതെ, എയറൊക്കെ പോയി പാകത്തിന് ഉലുവയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു മണം വരുന്നില്ലേ? അതെ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അരച്ച കൂട്ട്, നമ്മൾ നേരത്തെ ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് അരച്ച കൂട്ട്, അത് നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോവാം. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാം. നന്നായി അത് ഇളക്കി കൊടുക്കണം. അതെ, നമുക്ക് ഇതൊന്ന് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ തേങ്ങ അരച്ചത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് നന്നായിട്ട് തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടായിട്ട് ചെറിയ രീതിയിലൊന്നിങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കുമ്പളകൾ ഇങ്ങനെ വന്നു തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട്. അപ്പോൾ ഇപ്പോഴന്നെ അതിൻ്റെ ആ ഒരു ജീരകക്കഞ്ഞിയുടെ സ്മെല്ല് ഇവിടെ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അതെ. ഇനി നമുക്ക് താളിക്കാം. ഇത് നമുക്ക് ഇറക്കി വെച്ചിട്ട് കൈമേനൊന്ന് ചൂടായിട്ട് നമ്മൾ നിറഞ്ഞ് 2 സ്പൂൺ നെയ്യ്, 2 സ്പൂൺ നെയ്യ്, ചെറിയ ഉള്ളി 2 സ്പൂൺ ചെറിയ ഉള്ളി, ഇതിലോട്ട് ഇത്തിരി 2 കറിവേപ്പില ഇതിങ്ങനെ ആ ഒരു നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ. അപ്പോൾ നമുക്കിങ്ങനെ അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്ന് മൂത്ത് ഒരു ബ്രൗൺ കളറും ഒരു മണമൊക്കെ എങ്ങനെ വരുന്നു. അങ്ങനെ നമ്മുടെ ജീരകക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഷുവർ. ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിനിപ്പോൾ എനിക്ക് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഡള്ളായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനർജറ്റിക് ആവുകയും ചെയ്യും. സോ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്യുക. ദുബായ് ഗോൾഡ് റംസാൻ നിലാവിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് ramzannilav bahrain@gmail.com.